വെൽക്കം ടു എ സ്ലോ മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫ്. ഈ വർഷത്തെ എൻ്റെ ഫസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു അപ്ലോഡ് ചെയ്യണോ, എന്ത് അപ്ലോഡ് ചെയ്യും, 2026 എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണല്ലോ, ഞാൻ എന്താ ചെയ്യുക എന്ന് കുറേ തല പുകഞ്ഞ് ഞാൻ ആലോചിച്ചു. അറ്റ് ലാസ്റ്റ് ഞാൻ ഡിസിഷൻ എടുത്തു, കുഴപ്പമില്ല, ഞാൻ എന്താണോ അങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഡെയിലി ബേസിസിൽ അപ്ലോഡ് ചെയ്യണോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് എപ്പോഴും മടിയായിട്ട് വരും കേട്ടോ, എടുക്കുക, ഷൂട്ട് ചെയ്യുക, പിന്നെ അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയുണ്ട്. അപ്പോൾ ഐ വിൽ വർക്ക് ഓൺ ഇറ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു. ഈയിടെ ആയിട്ട് ഈ ഹാബിറ്റ് തുടങ്ങിയതാട്ടോ. 2026 എനിക്ക് കുറച്ച് ഹാബിറ്റ്സൊക്കെ ഫോളോ അപ്പ് ചെയ്യണമെന്നുണ്ട്. കാരണം ഞാൻ 2025 ഐ വാസ് ടോട്ടലി മെസ്സി, ഫുൾ ബിസി ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മുഖം കണ്ടാൽ അറിയാൻ പറ്റും, എനിക്ക് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ എനിക്ക് ഓൾറെഡി നല്ല പിമ്പിൾസൊക്കെ ഉണ്ട്. പിന്നെ വാട്ടറിൻ്റെ ഇൻടേക്കൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ 2.5 ലിറ്റേഴ്സൊക്കെ പെർ ഡേ കുടിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. സോ ഐ സ്റ്റാർട്ടഡ് ഡ്രിങ്കിങ് ഇറ്റ്. അപ്പോൾ ഏർലി മോർണിംഗിൽ എഴുന്നേറ്റിട്ട് ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു റുട്ടീൻ എന്ന് പറഞ്ഞിട്ട്, ഒരു ചെറിയൊരു കപ്പിൽ ഫുൾ വെള്ളം എടുത്തിട്ട് കുടിക്കാം. രണ്ടാമത് എനിക്ക് ഒരു ഹാബിറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് റീഡിങ് ഹാബിറ്റ്. അത് എൻ്റെ അടുത്തുനിന്ന് ഒരു 2010 മുതൽ എൻ്റെ അടുത്തുനിന്ന് പോയൊരു ഹാബിറ്റാണ്. അപ്പോൾ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എത്ര മാസം നടക്കും എങ്ങനെയൊക്കെയാണ് ഒരു ഐഡിയ ഇല്ല. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഹാബിറ്റാണ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളത്. അങ്ങനെ ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരു 10 കാര്യം എന്താണോ അന്ന് തലേന്ന് നടന്നതോ അല്ലെങ്കിൽ അന്ന് നടന്ന് കഴിഞ്ഞതോ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാമെന്നാണല്ലോ. അപ്പോൾ ഞാൻ എഴുതാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ എഴുതി കഴിഞ്ഞ് അത് പിന്നെ കുറച്ച് ആലോചിച്ച് പിടിച്ച് എഴുതണം കേട്ടോ. അങ്ങനെ എഴുതി കഴിഞ്ഞ് പിന്നെ അമ്മയുടെ അടുത്തൊക്കെ പോയി, പിന്നെ പുറത്തേക്കൊക്കെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നപ്പോഴും വെയിൽ അങ്ങനെ ഉച്ചയിലെത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. പുട്ടായിരുന്നു, തലേന്നത്തെ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിത് കാണുമ്പോൾ പ്രത്യേക സന്തോഷം കേട്ടോ. കാരണം എനിക്ക് ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ നോൺ വെജ് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി അത് കഴിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടറൊക്കെ പറഞ്ഞത്. കാരണം ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരും നല്ലപോലെ, അപ്പോൾ പിമ്പിൾസൊക്കെ കൂടും എനിക്ക്. അപ്പോൾ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അത് മൈൻഡ് ചെയ്യാൻ പാടില്ല ഗൈസ്. ഐ ലവ് ടു ഈറ്റ് ഇറ്റ്. സോ നമ്മൾ കഴിച്ചുകൊണ്ട് മരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇതാ ഇന്ന് ഈ ഒരു ഏരിയ ഫുൾ, ഈ ഒരു ഏരിയ അല്ല, കുറേ ഏരിയകളുണ്ട് ഇതുപോലെ കിടക്കുന്നു. ഞാൻ മെസ്സി ആയിട്ട് ഇട്ടേക്കായിരുന്നു. കുറച്ച് കാലം ഞാൻ മൈൻഡ് ചെയ്തതേ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും 2026 ഒക്കെ തുടങ്ങിയില്ലേ, അപ്പോൾ നല്ലപോലെ ഒന്ന് റെഡി ആക്കണം എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്, പിന്നെ ഞാൻ എന്തൊക്കെ ചിന്തിച്ചൊക്കെ നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ ഇത് നമ്മൾ മറക്കരുത് കേട്ടോ. ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് വെള്ളം ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു പൂച്ച കുറേ നേരം എൻ്റെ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അതെന്താ പൂച്ച ഉദ്ദേശിക്കുന്നതൊന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ അതിനെ എന്നൊക്കെ ആക്കിയിട്ട് വിളിക്കുന്നൊരു സംഭവം കേട്ടോ. പുതുമഴ പോലെ പെയ്തൊരാ തരരരര. അപ്പോൾ ഗൈസ് ഞാൻ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു സാധനം എൻ്റെ കയ്യിൽ വന്നു വിട്ടു കേട്ടോ. കാരണം ഈ ഒരു വാച്ച് ഞാൻ 2016 എൻ്റെ പപ്പയ്ക്ക് ഒരു സർപ്രൈസ് കൊടുത്തതായിരുന്നു. ഞാൻ പപ്പയോടും അമ്മയോടും ഒന്നും പറഞ്ഞില്ല. ഞാൻ കുറേ ദിവസം ഇങ്ങനെ കൂട്ടി വെച്ച് ഉണ്ടാക്കിയ എമൗണ്ട് കൊണ്ട് പപ്പയ്ക്ക് കാസിയോൻ്റെ ഒരു വാച്ച് ഞാൻ വാങ്ങിക്കൊടുത്തു. അത് അന്നത്തെ ഏറ്റവും വലിയൊരു എമൗണ്ട് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പപ്പ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ സമയത്ത്. ഇതാണ് കേട്ടോ വാച്ച്. ഞാനിപ്പോഴും ഒരു മെമ്മറീൻ്റെ ഭാഗമായിട്ട് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം പപ്പയ്ക്ക് വരെ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയോ, എൻ്റെ മോൾ ഇത്രയൊക്കെ സമ്പാദിച്ച് അവൾക്ക് സേവ് ചെയ്യാനൊക്കെ അറിയാമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഒരു ആവശ്യങ്ങളൊന്നും ചെയ്യാണ്ട് ഇതാണ് ഒരു വാച്ച് വാങ്ങിക്കൊടുത്തു. അതേപോലെ തന്നെ അമ്മയ്ക്കും ഇതുപോലെ വെയിറ്റ് ചെയ്ത് അമ്മയ്ക്കും ഇതേമാതിരി എന്തോ ഒരു ഗോൾഡിൻ്റെ ചെറിയൊരു റിങ്, അത്ര വലിയ എമൗണ്ടിൻ്റെ ഒന്ന് വാങ്ങാൻ അന്ന് പറ്റിയില്ലെങ്കിലും അമ്മയ്ക്കും ഞാൻ ചെറിയൊരു റിങ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര മെമ്മറിയാണിത്. ഇതെൻ്റെ ഫേവറേറ്റ് ഒരു ഐറ്റമാണ്. പിന്നെ ഒരു ടൈം വെച്ചിട്ട് സേവിങ്സ് ഒന്നും നടക്കാറില്ല. പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസിനും അതിനും ഇതിനൊക്കെ ആയിട്ട് പൈസ എൻ്റെ അടുത്ത് ഒന്നും ഇല്ലാതായി. അപ്പോൾ 2026 ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള വഴിയെ കാണാം. എനിക്കൊന്നും അറിയില്ല. കാരണം ലൈഫ് ഇസ് നോട്ട് ദ വേ വി പ്രിപ്പയർ, ഓർ നമ്മൾ ചിന്തിക്കുന്ന മാതിരിയേ അല്ല ജീവിതം പോവുക എന്നുള്ളത് എനിക്ക് കുറേ കൊല്ലങ്ങളായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ 2016 മുതൽ 2024 സെപ്റ്റംബർ വരെ ഞാൻ പപ്പയുടെ കൂടെ തന്നെ ആയിരുന്നു. ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു പപ്പ.
അപ്പോൾ എനിക്കറിയാം റോളർ കോസ്റ്റർ പോകുന്ന പോലെയായിരുന്നു ലൈഫ്. എനിക്കൊന്നും പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടന്നില്ല. ഇപ്പോഴൊക്കെയാണ് ഞാൻ അന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ കുറച്ച് വളരെ കുറച്ച് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടത്താൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ടീനേജ് മൊത്തം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. എനിക്കൊരു ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിൻ്റെ കൂടെ പോയിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. എനിക്ക് ഫുൾ ടൈം പപ്പയ്ക്ക് സപ്പോർട്ട് വേണമായിരുന്നു. പപ്പയ്ക്കാണെങ്കിലും ഞാൻ എവിടെയെങ്കിലും പോവാ, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ലോങ്ങൊക്കെ പോവാ, അല്ലെങ്കിൽ പഠിക്കാൻ പോവുകയാണെങ്കിൽ തന്നെ പപ്പയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഒറ്റ മോളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ പാരൻസിനുള്ള പോലെ പപ്പേൻ്റെ ചെല്ലപ്പുള്ളിയായിരുന്നു ഞാൻ. അപ്പോൾ പപ്പയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു എവിടേക്കെങ്കിലും വിടാനും ഒക്കെ. അപ്പോൾ ഹി ഓൾവേസ് നീഡ്സ് മീ. എപ്പോഴും അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പപ്പയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റിയില്ല. അപ്പം ഞാനിപ്പോൾ 2026 കുട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നേ ഒരു ഷോർട്സിൽ ഞാൻ ഗിറ്റാർ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അതൊക്കെ എൻ്റെ ഭയങ്കര വലിയ ഡ്രീമായിരുന്നു, മ്യൂസിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ മ്യൂസിക് ക്ലാസ് പോകുന്നത് നിർത്തിയിട്ടുണ്ടായിരുന്നു, പിന്നെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം അതിന് റിസൾട്ട് കണ്ടു കേട്ടോ. അങ്ങനെ ക്ലീനായി ആ ഭാഗം മൊത്തം. ഇപ്പോൾ തന്നെ ഒരു വെളിച്ചം വന്ന പോലെയല്ലേ, ഒരു സമാധാനം അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞാനത് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഓരോരോ ബോക്സിനകത്തും എൻ്റെ ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ ആദ്യം അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ബോക്സുകൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ എൻ്റെ മേക്കപ്പ് ബോക്സ്, അതുപോലെ തന്നെ പെന്ന് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്കൊക്കെ വെച്ചു. പിന്നെ ക്രീമുകൾ, മോയ്സ്ചറൈസേഴ്സ് അങ്ങനെയൊക്കെ ഒരു ബോക്സിലാക്കി വെച്ചു കേട്ടോ. അങ്ങനെ ഒരു പട കഴിഞ്ഞ പോലെ ഒരു ടേബിൾ മാത്രം ക്ലിയർ ചെയ്തതിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ ഇപ്പം എന്ത് ക്ലീനാണ്. പിന്നെ എൻ്റെ പണി ഉണ്ടായിരുന്നത് അവിടെ മൊത്തം പൊടിയും ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പീസ് നന്നായിട്ട് എൻ്റെ അടുത്തുനിന്ന് എടുത്തപ്പോൾ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി ഞാൻ തുടച്ചു. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൃത്തിയാക്കി അടിച്ച് തുടച്ചിട്ടിട്ട് മാത്രം നീ ഇവിടുന്ന് ഇറങ്ങിയാൽ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂമിൽ നിന്ന്. അപ്പോൾ കണ്ടോ എന്ത് സമാധാനം. അത്ര വലിയ സംഭവങ്ങൾ എന്നൊന്നും പറയാനില്ല എനിക്ക് ഇതിനകത്ത്. എൻ്റെ മോയ്സ്ചറൈസർ, എൻ്റെ ലോഷൻസ്, പെർഫ്യൂംസ്, റൂം സ്പ്രേ, എൻ്റെ സ്പീക്കേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര എസ്തെറ്റിക്കലി കാണിച്ചു തരാൻ പറ്റുന്ന വലിയ സംഭവങ്ങളൊന്നും ഇല്ല. ഞാനതാണ് പിന്നെ ഇത് പോസ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് ചിന്തിച്ചത്. കണ്ടോ എൻ്റെ കുറച്ച് പ്രഹസനം കണ്ടോളൂ. കണ്ടോ ഞാൻ നന്നാക്കിയതിൻ്റെ എൻ്റെ അഹങ്കാരമാണ് ഗൈസ് എൻ്റെ മുഖത്തുള്ളത്. സോ ഗൈസ് ഐ ഡിഡ് ഇറ്റ്. എന്ത് സമാധാനം അതിലേക്ക് നോക്കുമ്പോൾ. ഫീൽ സോ ഹാപ്പി. അത് ആകെ കച്ചറായിട്ട് എടുക്കായിരുന്നു. നൗ ഇറ്റ്സ് വെരി ക്ലീൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഇനി ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ ക്ലീൻ ചെയ്യാനുണ്ട്. ആക്ച്വലി ഞാനൊരു മൂഡില്ലാതെ അങ്ങനെ ഇരിക്കായിരുന്നു. കുറേ സ്ഥലങ്ങളിൽ ഇനിയും എൻ്റെ റൂമൊക്കെ ക്ലീൻ ആക്കാനുണ്ട്, ഒരുപാട് സ്ഥലങ്ങളൊക്കെ ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ ഡേ ബൈ ഡേ ഞാൻ ഓരോരോ ഭാഗം ക്ലീൻ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെന്താ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുതിയ വല്ല ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അറിയിക്കുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ സീ യു അഗൈൻ. ബൈ.